ഗായ്സ് എല്ലാവർക്കും വളാസിക്ക് സ്വാഗതം. നമ്മളൊരു സിമ്പിൾ വീഡിയോ ആണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ WD-40 ഇല്ലേ, അത് നമ്മൾ എങ്ങനെ ഫുള്ളായിട്ട് യൂസ് ചെയ്യാമെന്ന് കാണിക്കണം. നിങ്ങൾക്കറിയാമല്ലോ WD-40 ഫസ്റ്റിന് മോയ്സ്ചറൈസർ, അങ്ങനെ സ്റ്റീല് ലൈറ്റിന് അതിനകത്ത് യൂസ് ആക്കാൻ അങ്ങനത്തെ പരിപാടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്യാൻ സ്പ്രേ ചെയ്യണം ഇപ്പം. അപ്പോൾ നമ്മൾ ഇത്തിരി ലിമിറ്റ് ആകുമ്പോൾ അത് കഴിയും. ഇനി നമ്മൾ കുലുക്കുമ്പോൾ അതിൽ സൗണ്ട് ഉണ്ടാവും, നമ്മൾ ഞെക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യാണ്. നിങ്ങൾ ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് എൻ്റെ ഡ്രില്ലുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മറ്റേ സാധനമില്ലേ, എന്നിട്ടാണ് പറയുക ഒരു പോയിൻ്റർ, അതുകൊണ്ട് ആദ്യം അടിച്ചിട്ട് പിന്നെ ഡ്രിൽ ബിറ്റ് കൊണ്ടാക്കിയിട്ട് എടുക്കാം. എൻ്റെ ഒരു വലിയ ക്യാനൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ലേ, അപ്പോൾ അതാണ് കറക്റ്റ് കാണിക്കായിരുന്നു. ഈ ചെറുതായതുകൊണ്ട് കുറച്ച് കിട്ടുള്ളൂ, കുറച്ച് വെച്ചാൽ ഭയങ്കര കുറച്ച്. വലുതാണ് പിന്നെ കാണിക്കേണ്ടാവും. ഞാനൊരു വൈറ്റ് ക്യാൻ എന്നിട്ടാണ് വൈറ്റ് കുഞ്ഞ് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ, അതിനും കണ്ട കുറച്ചുള്ളൂ. മറ്റേത് ഒരു വലുതിൻ്റെ ഇതാക്കിയാൽ ഇതിൻ്റെ മുക്കാലേ ഉണ്ടായിന്, ഇത് ഇത്തിരി പോലില്ല. അപ്പം നിങ്ങൾ കണ്ടോ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണും. പിന്നെ ഇതിൽ കുറച്ച് വോയിസ് ബാക്കിൽ പ്രശ്നം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫാനുണ്ട്, ഇത് തന്നെ ചൂട് സമയത്ത് എടുത്തത്. അപ്പോൾ ഇവിടെ ചൂട് സമയത്ത് ഈ റൂമിൽ നല്ല എക്കോ ഉണ്ട്. അപ്പോൾ ഇതിനെ ഫാൻ ഓഫ് ആക്കി ഞാനാകെ മുഷ് ചെയ്യും. അപ്പോൾ എനിക്ക് തീരെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഫാൻ ഓൺ ആക്കിയിട്ട് ഇട്ടേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ശല്യമുണ്ട്, അതൊന്ന് ക്ഷമിക്കണം. ഇതിനെന്തായിരുന്നു പറയാൻ പറഞ്ഞ സിംഗിൾ പഞ്ചർ അങ്ങനത്തെ സംഭവം, അതുകൊണ്ട് ഞാൻ അതിൽ അടിച്ച് പോയിന്റ് ചെയ്തു. എനിക്ക് അങ്ങനെ ആവശ്യമില്ല. മറ്റേ വലുതാണെങ്കിൽ അതെന്തായാലും ആവശ്യം വരും കേട്ടോ, അല്ല എനിക്ക് കിട്ടില്ല. ചെറുതായതുകൊണ്ട് ക്യാൻ്റെ ക്വാളിറ്റി വ്യത്യാസം വരും. നമ്മൾ 2 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഹോൾ ഇട്ടത് മാറിപ്പോയി. എനിക്ക് വലുത് ചെയ്തിട്ട് പരിചയമുള്ളത്, വലുത് മുകളിലാക്കിയാലും കറക്റ്റ് ഒഴുകും. ഈ വലിയ ക്യാനും ചെറിയ ക്യാനും തമ്മിൽ പ്രഷറും അതിനുള്ളിൽ ക്വാണ്ടിറ്റി വ്യത്യാസം നല്ലോണം വരും. അതെനിക്ക് ഇത് ചെയ്തത് മനസ്സിലായി. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ഡ്രില്ലിനെ കുറിച്ച് വീഡിയോ വരാണ്ട് കാണാം. ഇതിൽ ഞാൻ ഫസ്റ്റ് എടുക്കാൻ നോക്കിക്കോട്ടെ, തീരെ വരുന്നത് തോന്നില്ല. കുറേയൊക്കെ പുറത്ത് പോയിട്ട് വേസ്റ്റായി, പിന്നെ തുണിയോട് തുറക്കണൊക്കെ വന്നു. അപ്പോൾ ചെറിയ ക്യാനാകുമ്പോൾ താഴെയും വലിയ ക്യാനാകുമ്പോൾ ഒരു മിഡ് സൈഡിലാക്കിയാൽ കറക്റ്റ് കിട്ടും. ഇവിടെ എൻ്റെ ഐബാനിലെ ഒരു ഇമ്പാക്ടറിലാണ്, അതിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. ഇങ്ങനെ ടൂൾസിൻ്റെ ഇത് കണ്ടോ, ഒരു പെട്ടി, അതിൽ വേറെ കുറേ സംഭവമുണ്ട്. എൻ്റെ റിവ്യൂ എല്ലാം വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാം. ഇവിടെ മഴ പെയ്തിട്ട് അതിൻ്റെ വോയിസും വരുന്നുണ്ട്. ഞാൻ കുറേ കൊട്ടി നോക്കി ഇങ്ങനെ വരുത്താൻ പറ്റുമോ നോക്കിയിട്ട്. നിങ്ങൾക്ക് ആ സെൻറ്റർ പഞ്ച് ഇല്ലേ, അതന്നെ സെൻറ്റർ പഞ്ച് കൊണ്ട് അടിച്ചിട്ട് നടുക്ക് ഹോളാക്കി എടുത്താലും മതി. ഫസ്റ്റ് അറ്റംപ്റ്റ് റെഡി ആയില്ല, അപ്പോൾ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തു. ഇത് കറക്റ്റ് റെഡി ആയി, നമുക്ക് കാണാം. ആ തുണി കണ്ടത് ഞാൻ തുടച്ച് കുറച്ച് പുറത്തൊക്കെ പോയിട്ട്. പിന്നെ വേറെയും കുറേ ട്രിക്ക് ഉണ്ട്, എനിക്ക് ഇതറിയുള്ളൂ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വെച്ചു. കണ്ട ഇതിൽ കറക്റ്റ് കിട്ടി. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇത്ര വേസ്റ്റ് ആയത് എൻ്റെ വേണ്ടത്തിരങ്ങളെ. അങ്ങനെ WD-40 ചിലർ മുറിച്ച് കളയാനൊക്കെ പറയും. അപ്പോൾ ചിലർ വിചാരിക്കും ഫസ്റ്റ് തന്നെ അടിച്ചാക്കി റെഡിയാക്കി കൂടെയെന്ന്. അങ്ങനെ ആക്കിയൊന്നും പ്രഷർ വേരിയേഷൻ കാരണം അത് മൊത്തം പൊട്ടിത്തെറിക്കേ അങ്ങനെ എന്താ ഉണ്ടാവും. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, എനിക്കിനി അറിയാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. ഇത് കണ്ട ഉൾഭാഗത്ത് കണ്ടു വിചാരിക്കുന്നു, കറക്റ്റ് ക്ലിയർ ആയി എടുത്തു. അപ്പോൾ നിങ്ങൾ WD-40 സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തുണികളുണ്ടാവില്ലോ, മീൻസ് അതിനുള്ളിൽ നമ്മൾ ഞെക്കുമ്പോഴും പിടിച്ച് കുലുക്കില്ലേ, അപ്പോൾ അതിൽ ലിക്വിഡിൻ്റെ സൗണ്ട് കേൾക്കല്ലോ. അപ്പം നിങ്ങൾക്ക് കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് ഞാൻ കളയായിരുന്നു. പിന്നെ ഒരട്ട എനിക്കൊരു വീഡിയോ കണ്ട് എന്തോ ഐഡിയ തോന്നിയിട്ട് ഇതിൽ വാല് പിടിപ്പിച്ച് സ്പ്രേയറിൻ്റെ ഒക്കെ നോക്കിയതാണ്, അപ്പോഴേ ഐഡിയ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ്.